കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. വസു അഭിയാണോ കല്യാണം കഴിച്ചത് അത് നമ്മൾ ആരെങ്കിലാണോ? ഞാൻ എന്റെ ഭർത്താവിൽ നിന്നും അവൾ അവളെ ഭർത്താവിന്റെ അടുത്തും ചോദിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി. അതുപോലെ നീ അഭിയോട് ചോദിച്ച് മനസ്സിലാക്ക. ഞങ്ങൾ പറയുന്ന പോലെ അല്ല. ഇതെന്തോ അവരെ തമ്മിൽ അടുപ്പിക്കാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. ഇതെങ്ങനെയെങ്കിലും തകർക്കണം. നമുക്കത് പറഞ്ഞാലോ ഏട്ടത്തി? പറയാൻ പാടില്ല. അവള് തന്നെ അവളുടെ ഭർത്താവിനോട് ചോദിച്ച് മനസ്സിലാക്കട്ടെ, അത്ര തന്നെ. അതുകൊണ്ടല്ല, അഭിയേട്ടൻ എപ്പോഴും സീരിയസ് ആയിട്ടല്ലേ ഇരിക്കാറ്? ആണെങ്കി അവളുടെ ഭർത്താവല്ലേ? ഹസ്ബൻഡ് ആണെങ്കിലും ശരി, വസുവേട്ടത്തിയ അഭിയേട്ടനോട് ഇതൊക്കെ ധൈര്യത്തോട് ചോദിക്കുമെന്നറിയില്ല. വസുവേട്ടത്തിയും അഭിയേട്ടനും അങ്ങനെ സംസാരിക്കാറില്ലല്ലോ. എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്? നമുക്കങ്ങ് പറഞ്ഞേക്കാം. ഭർത്താവിനോട് സംസാരിക്കാൻ അത്രയ്ക്ക് ധൈര്യമില്ലാത്ത എന്ത് ഭാര്യ ഇവള്? അങ്ങനെയുള്ള പേടിത്തൊണ്ടികള് കല്യാണം കഴിക്കുന്നത് തന്നെ തെറ്റാ. എന്താ വസു, അഭിയോട് ചോദിച്ച് മനസ്സിലാക്കില്ലേ? അതോ ഇനി ഞങ്ങൾ തന്നെ പറയണമെന്നാണോ? പറയാ പറയട്ടെ. അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്റെ ഭർത്താവിനോട് ചോദിച്ച് ഞാൻ മനസ്സിലാക്കിക്കോളാം. അഭിയേട്ടന് ദേഷ്യം കൂടുതലാ. ചോദിക്കുമ്പോ ദേഷ്യാവോ? എന്തിനു ദേഷ്യപ്പെടണം? അങ്ങനെ ദേഷ്യം കാണിച്ചാലേ എനിക്ക് നല്ല ദേഷ്യം വരും. ധൈര്യമായിട്ട് ഞാൻ പോയി ചോദിക്കും. ഞാനെന്തിനാ അദ്ദേഹത്തെ പേടിക്കണം? എന്നാ വേഗം ചെല്ല്, പോയി നന്നായിട്ട് ചോദിക്കും. ഞാൻ ചോദിക്കും. എനിക്കിവിടെ ആരും പേടിയില്ല. അയ്യോ, ഇനി രണ്ടുപേരും ഒന്നാവുമല്ലോ. ഭാവനേട്ടത്തി കാരണം എനിക്കൊന്നും പറയാനും പറ്റിയില്ല. താഴെ വീരവാദമൊക്കെ അടിച്ചിട്ടാ വന്നത്. ഇദ്ദേഹത്തോട് എങ്ങനെ ചോദിക്കുമോ എന്തോ. എങ്ങനെയെങ്കിലും ചോദിച്ചറിഞ്ഞേ പറ്റൂ. നേരിട്ട് പോയി ചോദിച്ചാ നീ ഇതൊന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചിട്ട് എന്നെന്തെങ്കിലും പറഞ്ഞാലോ? ഇനിയിപ്പോ എന്താ ചെയ്യാ? അറിയാവുന്ന പോലെ നിന്നിട്ട് കാര്യം മനസ്സിലാക്കാം. ഇങ്ങനെ നാളെ പ്ലാൻ ചെയ്യാം. കുറച്ചുകൂടി നല്ലത് നേരത്തെ പ്ലാൻ ചെയ്യുന്നതാ. പ്ലാനിങ് എല്ലാം അഖിൽ നോക്കിക്കോളൂ. അപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? രാവിലെ എഴുന്നേറ്റ് കുട്ടികളെ റെഡിയാക്കിയിട്ട് നീയും റെഡി ആയിക്കോ. അപ്പൊ ഏട്ടനോ? ഞാനും റെഡി ആയിക്കോളാം.
പിന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് റെഡിയാവാതെ കുട്ടികളെ റെഡിയാക്കുന്ന പോലെ നിങ്ങളെ റെഡിയാക്കണം. നാളെ വിശേഷ ദിവസമല്ലേ? അതെ. അതുമാത്രമല്ല, എനിക്കും ഉണ്ണിക്കും ഇത് ഫസ്റ്റ് ടൈമാ. ഡോണ്ട് വറി, ഞാൻ അടുത്ത് തന്നെ ഉണ്ടല്ലോ. ഏട്ടനുണ്ട്, എന്നാലും ഞാനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ലല്ലോ. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. അങ്ങനെയല്ല, എന്താണ് ഏതാണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. എവറിത്തിങ് വിൽ ബി ഓക്കെ. നീ റിലാക്സ് ആയിട്ടിരിക്കുക. കാര്യം എന്തെന്നറിയാതെ ഇവിടെ ടെൻഷൻ അടിച്ച് നിൽക്കുക. അപ്പോഴാ റിലാക്സ് ചെയ്യാൻ പറയുന്നത്. ഇങ്ങനെ ഒന്നും പറയാതെ കാര്യങ്ങളെല്ലാം വിഴുങ്ങിയിരുന്ന കയ്യിലുള്ള സ്വത്ത് ആരെങ്കിലും കൊണ്ടുപോകും. എനിക്കെല്ലാം അറിയാന്ന ഇദ്ദേഹത്തിന്റെ വിചാരം. എനിക്കറിയില്ലെന്ന് എങ്ങനെയാ ഞാൻ പറയാ? അയ്യോ വസു, നിനക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ? ഇനിയിപ്പോ താഴെ പോയി ചേച്ചിയുടെ മുന്നിലും മിണ്ടാതെ നിൽക്കാം. നാളെ എന്താണാവോ സംഭവിക്കാൻ പോകുന്നത്? ഫാമിലിയിലുള്ള എല്ലാവരും ഫോൺ ഓഫ് ചെയ്തിട്ട് എന്താ ചെയ്യാൻ പോകുന്നേ? ഭഗവാനെ, ഞാനിത് എങ്ങനെയാ അറിയാ? എന്തായിരിക്കും നാളെ സംഭവിക്കാൻ പോകുന്നത്? ഗുഡ് നൈറ്റ് കീർത്തി. ഗുഡ് നൈറ്റ് അനു. നിക്ക് 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 നിക്ക്, നിങ്ങൾ രണ്ടുപേരും നേരത്തെ കിടക്കാൻ പോവാണോ? അതെ, നേരത്തെ കിടന്നാലല്ലേ നേരത്തെ എഴുന്നേക്കാൻ പറ്റത്തുള്ളൂ. അപ്പൂപ്പൻ അപ്പോഴേ പറഞ്ഞതല്ലേ. നാളെ എന്താ സ്പെഷ്യൽ നിനക്കറിയത്തില്ലേ? അറിയില്ല. നിന്റെ അമ്മ നിന്നോട് പറഞ്ഞില്ലേ? എന്റെ അമ്മയ്ക്കും അറിയില്ല. നിങ്ങള് പറഞ്ഞതാ. പറഞ്ഞു തരണോ? പറഞ്ഞോ? പറഞ്ഞേ പറ്റത്തുള്ളോ? പ്ലീസ് ഒന്ന് പറ. എനിക്ക് പോയി അമ്മയുടെ അടുത്ത് പറയണം. എന്നാ പിന്നെ ഞങ്ങൾ പറഞ്ഞു തരത്തില്ല. അതെന്താ പറയാത്തെ? പറഞ്ഞു കഴിഞ്ഞാ നീ അത് അറിയുമല്ലോ. ഞാൻ അറിഞ്ഞാൽ എന്താ? അതൊരു സീക്രട്ട് ആണ്. സീക്രട്ടോ? നാളെ ഞങ്ങൾ നിന്നെ വെറുതെ വിടാനേ പോകുന്നില്ല. നിനക്ക് സ്റ്റാർസ് എല്ലാം കാണിച്ചു തരാം. അത്ര വലിയ സീക്രട്ട് എന്തായിരിക്കും? നിങ്ങൾ എന്റെ അടുത്ത് പറയുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരുപാട് ചോക്ലേറ്റ്സ് മേടിച്ചു തരാം. ഹായ്, ചോക്ലേറ്റ്സോ? ഐസ്ക്രീംസ് മേടിച്ചു തരാം ഞാൻ. സത്യത്തിൽ നീ മേടിച്ചു തരുമോ? പ്രോമിസ്. പറഞ്ഞു കൊടുക്കണോ കീർത്തി? ശരി, പറഞ്ഞേക്കാനു. പെട്ടെന്ന് പറഞ്ഞതാ. ആശ ദോഷ ഞങ്ങൾ പറയില്ല. നിങ്ങള് രണ്ടുപേരും എന്റെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ കണ്ടുപിടിക്കില്ല എന്ന് വിചാരിച്ചോ? നീ തന്നെ കണ്ടുപിടിച്ചോ? ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. നാളെ നിങ്ങൾ രണ്ടുപേരെ ഞാൻ എങ്ങനെ കളിപ്പിക്കുന്നു കണ്ടോ? ഞങ്ങളോട് തന്നെ ചാലഞ്ചോ? ചാലഞ്ച്. നീ തോറ്റുപോകും. നമുക്കത് നോക്കാം. നോക്കാം. നിക്ക്. ലൈറ്റ് ഇപ്പൊ ഓഫ് ചെയ്യണ്ട. നിനക്കറിയാവുന്നല്ലേ ലൈറ്റ് ഇട്ടാ എനിക്ക് ഉറക്കം വരില്ലെന്ന്. എന്താ ഇങ്ങനെയൊക്കെ? ഭാവനേച്ചിയും കാർത്തിയും പോലെ നിങ്ങളും എന്നെ കരയിപ്പിക്കാൻ ശ്രമിക്കുവാണോ? ഞാൻ എന്തിനാ നിന്നെ കരയിപ്പിക്കുന്നത്? കുറെ നേരമായിട്ട് നിങ്ങൾ കമ്പ്യൂട്ടർ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ? ഞാൻ ഓഫീസ് വർക്കല്ലേ ചെയ്യുന്നത്. അതിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ എന്റെ ക്ഷമയെ പരീക്ഷിക്കുക. കാര്യം പറയാതെ എന്നെ വെറുതെ അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. എന്ത് കാര്യം പറയാനാണ്? ആ കാര്യം. ആ കാര്യം എന്ന് വെച്ചാ നാളെ എന്താന്ന്? സാറ്റർഡേ. അയ്യോ,
ഞാൻ നിങ്ങളോട് ചോദിച്ചത് നാളെ ഏത് ദിവസമാണെന്നല്ല. നാളെ ഫാമിലിയിലെ എല്ലാരും ചേർന്ന് എന്താ ചെയ്യാൻ പോകുന്നെന്നാ. അത് നിനക്കറിയില്ലേ? അറിയില്ല. അപ്പൊ നീ എന്നോട് അറിയാവുന്നതുപോലെ സംസാരിച്ചതോ? ഏട്ടൻ എന്നോട് പറയുന്നു വിചാരിച്ചിട്ടാ ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചു. സ്ട്രെയിറ്റ് ആയിട്ട് എന്നോട് ചോദിക്കായിരുന്നല്ലോ. എങ്ങനെ ചോദിച്ചാലെന്താ, കാര്യം പറഞ്ഞാ പോരെ. എന്താ പറഞ്ഞേ? ഞാൻ ഏട്ടനോട് ചോദിച്ചാ ഏട്ടൻ എന്ത് കരുതുന്ന് വിചാരിച്ചാ. അതാ ഞാൻ അറിയാവുന്ന പോലെ നിന്ന്. അങ്ങനെ അങ്ങിരിക്കും. വർഷത്തിലൊരിക്കൽ കുടുംബത്തിലുള്ള എല്ലാവരും ചേർന്ന് ജോലിയിൽ നിന്നൊക്കെ ലീവ് എടുത്ത് ഫോണെല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് പുറത്തുപോയി ഹാപ്പി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യും. പിക്നിക്ക് പോകുന്നത് നല്ലതായിട്ടാ. ഒരു ദിവസത്തിൽ ഒരു തവണയെങ്കിലും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. വർഷത്തിൽ ഒരു തവണയെങ്കിലും ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ഉണ്ടാവണമെന്ന് അച്ഛൻ്റെ ആഗ്രഹമാണ്. അങ്ങനെ ചെയ്താൽ കുടുംബ ബന്ധങ്ങൾ ദൃഢമാകുമെന്നാണ് അച്ഛൻ്റെ വിശ്വാസം. അതൊരു സത്യം തന്നെയാ. യെസ്. ഒരു കൂട്ടുകുടുംബമാകുമ്പോൾ സാധാരണയായി ചെറിയ ചെറിയ പിണക്കങ്ങളും ദേഷ്യങ്ങളും ഒക്കെ സ്വാഭാവികമാണ്. അത് വളർന്ന് വലുതായി മനുഷ്യർക്കിടയിൽ ഒരു തടസ്സമാകാതിരിക്കണമെങ്കിൽ എല്ലാവരും മനസ്സ് തുറന്ന് സംസാരിക്കണം. കളങ്കമില്ലാത്ത കുഞ്ഞുങ്ങളെ പോലെ ഒന്നായിരിക്കണം. അപ്പോഴേ കുടുംബ ബന്ധം സ്ട്രോങ് ആയിട്ടിരിക്കും. ഒരാൾ മറ്റൊരാൾക്ക് സപ്പോർട്ടായി മാറും. അതെ ഏട്ടാ, എല്ലാ കുടുംബങ്ങളിലും ഇതുപോലൊരു യാത്ര നല്ലതാ. അപ്പൊ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കും. കുടുംബ ബന്ധങ്ങൾക്ക് ബലം ഉണ്ടാവും. അച്ഛൻ്റെ ആഗ്രഹം അത് തന്നെയാണ്. നാളെ എല്ലാവരും അവരുടെ പ്രായവും ടെൻഷനും വിഷമങ്ങളും എല്ലാം മറന്ന് മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കണം. അപ്പോ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടോ? എല്ലാവരും നാളെ കൊച്ചുകുട്ടികളായിരിക്കും. അപ്പൊ പിന്നെ ഇദ്ദേഹവും വർഷത്തിൽ ഒരു ദിവസം അഭി എല്ലാവരോടും സന്തോഷമായിട്ട് സംസാരിക്കും. അഭിയെ അങ്ങനെ കാണാൻ വേണ്ടി വർഷം മുഴുവൻ ഞാൻ കാത്തിരിക്കും. നാളെ അഭി കുഞ്ഞു പ്രായത്തിൽ അഭിയായി മാറാൻ പോകുന്നു. ഇദ്ദേഹത്തിന്റെ ഉള്ളിലെ പുതിയൊരു മനുഷ്യനെ, ജോളിയായിട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കാണാൻ പോവാ നാളെ. താനെന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. നാളെ നീയും മറ്റുള്ളവരോടൊപ്പം ചേർന്ന് സന്തോഷത്തോടെ ഇരിക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ കുടുംബ കോടതി ചിലപ്പോൾ നിനക്ക് പണിഷ്മെന്റ് തരും. ഇദ്ദേഹം ഇപ്പോഴേ ജോളി മൂഡിലാണെന്ന് തോന്നുന്നു. നാളെ ഇനി എന്തൊക്കെ കാണേണ്ടി വരുമോ. ഓക്കെ, ഗുഡ് നൈറ്റ്. തനിക്ക് എപ്പോൾ തോന്നുന്നോ അപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്താൽ മതി. ഗുഡ് നൈറ്റ്. ഇദ്ദേഹത്തിന്റെ ഉള്ളിലെ നല്ല മനസ്സ് കാണുമ്പോ ആ മനസ്സിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന പുഞ്ചിരിയും കാണാൻ തോന്നുന്നുണ്ട്. നമുക്ക് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ഭാവനെ. നാളത്തെ പിക്നിക്കില് ഉണ്ണിയുടെ പേടിയെല്ലാം മാറ്റണം. അതുപോലെ അഭിയും വസുവിനെ അടുപ്പിക്കുകയും വേണം. നന്നായി അഖിൽ. എന്റെ മോം എന്നെ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പഠിപ്പിച്ചു. ഞാനിപ്പോ ഡിസൈനർ ജോബാണോ ചെയ്യുന്നത്? അല്ലല്ലോ. ചില കാര്യങ്ങൾ നടക്കാറില്ല. ഇങ്ങനെ നെഗറ്റീവായിട്ട് സംസാരിക്കല്ലേ കാർത്തിക. അഭിയേട്ടനെ ബസ് എടുത്തെ പറ്റി നീ ഒന്ന് ആലോചിക്കണം. ഏട്ടനത് ഇപ്പോഴാണ് ആലോചിക്കുന്നത്. ഞാനിത് എപ്പോഴും തീരുമാനിച്ചു കഴിഞ്ഞു. പിന്നെ ഇതുവരെ എന്താ നിന്റെ സഹോദരനെ ഭാര്യയും ചേർത്ത് വയ്ക്കാത്തത്?
എന്താന്ന് വെച്ചാ അവർ കുട്ടികൾക്ക് വേണ്ടിയ കല്യാണം കഴിച്ചേ, ഒരുമിച്ചൊരു കുടുംബം നടത്താൻ വേണ്ടിയിട്ടല്ല. എപ്പോഴും കുട്ടികളുടെ കാര്യം മാത്രം ചിന്തിച്ചാ മതിയോ? നോക്ക്, അവർക്കും ചില ആഗ്രഹമൊക്കെ ഉണ്ടാവില്ലേ? അഭി തനിക്കെന്ന് പറഞ്ഞ് സ്വന്തമായിട്ടൊരു ലൈഫ് ആലോചിച്ചിട്ടേ ഇല്ല. എപ്പോഴും കുടുംബത്തെ പറ്റിയും കുട്ടികളെ കുറിച്ചും അവൻ ആലോചിക്കാറ്. അതെ ഏട്ടാ, അബി ഏട്ടനേക്കാളും പ്രായത്തിൽ ഇളയവനാണെങ്കിലും അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് എല്ലാം ചെയ്യുന്നത്. അബിയേട്ടൻ അച്ഛനെ പോലെ ചിന്തിക്കുന്നേ, എല്ലാവരും ഒരുമിച്ച് നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ഏട്ടനും സന്തോഷം ഇരിക്കണ്ടേടി. നീയും നിന്റെ ഏട്ടനെ പോലെ നല്ലൊരു പേര് സമ്പാദിക്കണം. ഈ ഫാമിലിയില് നിനക്ക് നല്ലൊരു സ്ഥാനം ഉണ്ടാവണം. എല്ലാവരും നിന്നെ പ്രശംസിക്കണം. പ്രശംസയ്ക്ക് വേണ്ടിയിട്ടോ ആളെ കാണിക്കുന്നതിനോ അഭി ഒന്നും ചെയ്യാറില്ല. അവൻ എന്ത് ചെയ്താലും അതിൽ സ്നേഹവും സന്തോഷവും കടമയൊക്കെ ഉണ്ടാവും. വസുവിന് അത് മനസ്സിലായാല് പെട്ടെന്ന് തന്നെ വസു അബിയായിട്ട് ഇണങ്ങിക്കോളും. അവര് രണ്ടുപേരും ബെസ്റ്റ് കപ്പിൾസ് ആയിരിക്കും. അത് പിന്നെ നമ്മൾ രണ്ടാളും ബെസ്റ്റ് കപ്പിൾ അല്ലേ അഖിൽ? കല്യാണത്തിന് വന്നവരൊക്കെ നമ്മള് നല്ല ജോഡികളാണെന്ന് പറഞ്ഞില്ലേ? മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നല്ലേ പറഞ്ഞത്? ആര്? നിന്റെ സ്വന്തക്കാരായിരിക്കും അല്ലേ? അങ്ങനെ വേണ്ടപ്പെട്ട ആൾക്കാരല്ല പറയേണ്ടത്, നാട്ടുകാരെ കണ്ടിട്ടാ അങ്ങനെ പറയേണ്ടത്. ജനങ്ങൾ ആരാധിക്കുന്നവര് കുറച്ചുപേരെ ഉണ്ടാവത്തുള്ളൂ. എന്നാൽ മറ്റു ചിലർ നായകനും നേതാവും ഒക്കെ ആയിട്ട് വളരെ ഉയരത്തിലെത്തും. മറ്റു ചിലരാണെങ്കിലോ കുടുംബത്തിന് സ്വയം സമർപ്പിച്ചിട്ട് അതിൽ മാത്രമായിരിക്കും സന്തോഷം കണ്ടെത്തുക. ശരിക്കും അബി അങ്ങനെ ഒരാള് തന്നെയാ. നാളെ അബിയുടെ ശരിക്കുള്ള സന്തോഷം നമ്മൾ കാണാൻ പോകുന്നത്. ഒരു കുഞ്ഞിനെ പോലെ അവൻ ചെയ്യുന്ന കുസൃതികളെല്ലാം നമുക്ക് കാണാം. എന്റേത് ഇപ്പോഴും ഒരു കുഞ്ഞു മനസ്സാ. നാളെ ഞാൻ കുട്ടികളെ പോലെ കുസൃതി കാണിക്കാൻ പോവാ. എന്റെ അമ്മേ, ചെറിയ കുട്ടി ചെറിയ കുട്ടി എന്ന് പറയാതെടി. മൈനറെ കല്യാണം കഴിച്ചു എന്നറിഞ്ഞ പോലീസ് വന്ന് എന്നെ അറസ്റ്റ് ചെയ്തോണ്ട് പോവും. കൊച്ചു കുട്ടികളെന്ന് പറഞ്ഞാൽ ഉണ്ണിയും കീർത്തി അനുവാ, അല്ലാണ്ട് നീ അല്ല. നമ്മളെ കുട്ടികളും ഈ പിക്നിക്കില് നമുക്കിപ്പോ ഉണ്ടായിരുന്നെങ്കിലോ? കാര്യം നല്ലതൊക്കെയാണ്, പക്ഷെ അവർക്കിപ്പോ എക്സാം ടൈം അല്ലേ. വരാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അച്ഛനോട് ഫോൺ ചെയ്ത് സോറി പറഞ്ഞിരിക്കുക. എപ്പോ നോക്കിയാലും ആ കുട്ടികളെ കുറിച്ചുള്ള ചിന്തയുള്ളോ? കുറച്ചൊക്കെ നമ്മളെ പറ്റി ആലോചിക്ക അഖിൽ. അങ്ങനെ സ്വന്തം കാര്യം മാത്രം നോക്കിയാലേ നമ്മുടെ ഇളയമ്മയെ പോലെ ആയിപ്പോവും. എന്റെ ഏട്ടനും ഏട്ടത്തെയും പോലെ അച്ഛനും അമ്മയും പോലെ വേണം ചിന്തിക്കാൻ. എന്താ ഏട്ടാ, ദിവസവും രാത്രി ഭക്ഷണം കഴിഞ്ഞിട്ട് വീട്ടിനുള്ളിൽ കുറച്ച് നടന്നിട്ട് ഉറങ്ങാറല്ലേ പതിവ്? ഇന്നെന്താ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നത്? ഞാൻ വെറുതെ നടക്കുകയായിരുന്നില്ല ജയന്തി, ഓരോന്ന് ആലോചിക്കുകയായിരുന്നു. എന്തിനെ പറ്റിയാ ഇത്ര ആലോചിക്കുന്നേ? നാളത്തെ കാര്യം തന്നെയാ. പിക്നിക്കിനെ പറ്റിയാണോ? വർഷത്തിൽ ഒരിക്കൽ നമ്മുടെ കുടുംബം എന്തിനാണ് പിക്നിക്കിന് ആരെങ്കിലും നമ്മുടെ കുട്ടികളെ കുറിച്ച് നല്ലത് പറയുമ്പോ കേൾക്കാനൊരു സുഖം തന്നെയല്ലേ? അത് വെറും പുകഴ്ത്തലല്ല, സന്തോഷിപ്പിച്ചതും ആയിരിക്കില്ല. അബിക്ക് ശരിക്കും നല്ലൊരു മനസ്സാ, നല്ലവനാ. അഭിയെ പോലൊരാളെ കിട്ടിയതിന് വസു ഭാഗ്യം ചെയ്തോളാണെന്നും ഉണ്ണി പുണ്യം ചെയ്ത കുട്ടിയാണെന്നും മൂർത്തി പറഞ്ഞു. ക്ഷേത്രം പോലുള്ളൊരു വീട്ടിലാണ് വസുവും ഉണ്ണിയും ഉള്ളതെന്നും അയാൾ പറഞ്ഞു. അതൊരു പുകഴ്ത്തലോ നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതോ ആയിരിക്കരുതെന്നാ പ്രാർത്ഥന. എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയാൻ? ഈ വീട്ടിലുള്ളവർക്ക് എന്താ ഒരു കുറവ്? സ്നേഹവും ബഹുമാനവുമാണ്. വസുവിനോടും ഉണ്ണിയോടും നമ്മൾ പോലും അറിയാതെ മനുഷ്യത്വമില്ലാതെ പെരുമാറിപ്പോയതിന് ഇപ്പൊ കുറ്റബോധം തോന്നുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മളവരോട് അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു ജയന്തി.
മുതിർന്നവരായിരുന്നിട്ട് കൂടി ഒന്നും ആലോചിക്കാതെ പറയാൻ പാടില്ലാത്തത് നമ്മൾ പറഞ്ഞു. പാവം വസു ഇക്കാര്യങ്ങളൊന്നും അവളുടെ വീട്ടിൽ പറഞ്ഞിട്ടേയില്ല. അവളെല്ലാം ഒറ്റയ്ക്ക് സഹിച്ചു. രാത്രി മുഴുവൻ അഭിക്ക് വേണ്ടി ക്ഷേത്രത്തിൽ പൂജ ചെയ്യുമായിരുന്നു.